Hello, my dear students. Welcome to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. ഫീൽഡ് എന്ന വാക്ക് നമുക്ക് വളരെ ഡിഫറെൻറ്റ് കോണ്ടെസ്റ്റിൽ കേട്ട് പരിചയമുണ്ട്. ദാറ്റ് ഈസ് ബാറ്റിൽ ഫീൽഡ്, ഡിഫറെൻറ്റ് ഫീൽഡ് ഓഫ് സയൻസ് എന്നൊക്കെ. പക്ഷെ ഫിസിക്സിൽ ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ദ ടേം ഫീൽഡ് ഇൻ ഫിസിക്സ് generally refers to a quantity that is defined at every point in space and may vary from point to point. സ്പേസിലെ ഓരോ പോയിന്റിനെ കുറിച്ച് പറയാനാണ് ഈ ഫീൽഡ് എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കുന്നത്. അത് ഓരോ പോയിന്റിലും അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഡിഫറെൻറ്റ് പോയിന്റ്സിൽ ഡിഫറെൻറ്റ് ഫീൽഡാണ് ഉണ്ടാവുക. ജനറലി ദ ഫീൽഡ് ഈസ് എൻ എലഗൻറ്റ് വേ ഓഫ് ക്യാരക്ടറൈസിങ് ദ ഇലക്ട്രിക്കൽ എൻവയോൺമെൻറ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. ചാർജുകളുടെ ഇലക്ട്രിക്കൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയാനും ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന വാക്ക് ഉപയോഗിക്കാം. ഇലക്ട്രിക് ഫീൽഡിലേക്ക് പോകുന്നതിന് മുന്നേ ഫീൽഡ് എന്ന കൺസെപ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ വി ഹാവ് എ ക്യാൻഡിൽ. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഉണ്ടാവുന്ന ലൈറ്റ് ഫീൽഡ്, അതേപോലെ തന്നെ ഹീറ്റ് ഫീൽഡ്. ലൈറ്റ് എന്ന ഫീൽഡ് സെൻസ് ചെയ്യുന്നത് കണ്ണുകൊണ്ടാണ്, ഹീറ്റ് എന്ന ഫീൽഡ് സെൻസ് ചെയ്യുന്നത് സ്കിന്നുകൊണ്ടാണ്. ഈ ഫീൽഡിന് വ്യത്യസ്തമായ ഓരോ പോയിന്റിലും ഡിഫറെൻറ്റ് വാല്യൂസാണ് ഉണ്ടാവുക. അതായത് മെഴുകുതിരിക്ക് അടുത്ത് വെളിച്ചവും ചൂടും കൂടുതലായിരിക്കും. അത് ഡിസ്റ്റൻസ് കൂടുന്തോറും ആ ഫീൽഡ് കുറഞ്ഞു വരും. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫീൽഡാണ്. ദാറ്റ് ഇസ് ലൈറ്റ് ഫീൽഡ് ആൻഡ് ഹീറ്റ് ഫീൽഡ്. ഇൻ സിമിലർ വേ വി ഹാവ് അനദർ ഫീൽഡ്, ദാറ്റ് ഇസ് സ്മെൽ ഫീൽഡ്. ഒരു മുല്ലപ്പൂവിന് ചുറ്റുമുണ്ടാവുന്ന ദാറ്റ് ഇസ് സ്മെൽ എന്ന് പറയുന്ന ഫീൽഡ് അത് ലൈറ്റിനെയും ഹീറ്റിനെയും നമ്മൾ വ്യത്യസ്തമാണ്. ഈ ഫീൽഡ് നമ്മൾ സെൻസ് ചെയ്യുന്നത് നോസ് കൊണ്ടാണ്. മുല്ലപ്പൂവിൻ്റെ അടുത്ത് അതിൻ്റെ സ്മെല്ല് കൂടുതലും അത് ഡിസ്റ്റൻസ് കൂടുന്തോറും സ്മെല്ല് കുറഞ്ഞു വരും. അപ്പോൾ ഇത് വേറൊരു ഫീൽഡാണ്. പക്ഷേ ഓരോ പോയിന്റിലും ഈ ഫീൽഡും വ്യത്യസ്തമായിരിക്കും. ഇനി സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരികയാണ്, വി ഹാവ് എ ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെൻസ് ചെയ്യണമെങ്കിൽ അത് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സബ്സ്റ്റൻസിന് മാത്രമേ കഴിയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു മാഗ്നറ്റെങ്കിലും വേണം നമുക്ക്. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിൻ്റെ അടുത്തൊരു വേറൊരു ബാർ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഈ പ്രോപ്പർട്ടി ചെയ്യാനുള്ള കാരണം ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു ടോപ്പിക് ഉണ്ട്, ദാറ്റ്സ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. മാസുള്ള ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ കറങ്ങാൻ ആവശ്യമുള്ള സെൻട്രിപിറ്റൽ ഫോഴ്സ് മൂണിന് കിട്ടുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂണാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓരോ പോയിന്റിലും അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സ്മെൽ ഫീൽഡ്, ലൈറ്റ് ഫീൽഡ്, ഹീറ്റ് ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇങ്ങനെ വ്യത്യസ്തമായ ഫീൽഡുകളുണ്ട്. ഇതുപോലൊക്കെ ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ കണക്ഷനുള്ള ഫീൽഡാണ് ഇറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? Electric field is the space around an electric charge where its effect, that is attraction or repulsion, can be felt by another infinitesimally small test charge. അതൊരു സ്പേസ് ആണ്, ഒരു ചാർജ് ചുറ്റുമുള്ള സ്പേസ് ആണ്. ആ സ്പേസിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു വളരെ ചെറിയൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് ഒന്നില്ലെങ്കിൽ ആ ചാർജിനെ അട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. കാരണം വി നോ ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഹാവ് ടു നേച്ചർ ഓഫ് ഫോഴ്സ്, അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഇൻഫിനിറ്റെസിമലി സ്മോൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയാൻ കാരണം ഒരു ചാർജിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു വലിയ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ ചാർജിൻ്റെ ഫോഴ്സാണ് എക്സ്പീരിയൻസ്ഡ് ആവുക. ഏതുപോലെ ഫോർ എക്സാമ്പിൾ ക്യാൻഡിലിലെ വെളിച്ചം അളക്കാൻ വേണ്ടി ഒരു ടോർച്ച് അടിച്ച് നോക്കിയാൽ ഉണ്ടാവും, ക്യാൻഡിലെ വെളിച്ചം നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഇറ്റ്സ് ഫെൽറ്റ് ബൈ അനദർസ് വെരി സ്മോൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയാനുള്ള കാരണം. ഇത് നമുക്കൊരു എക്സാമ്പിളോടെ നോക്കാം. വി ഹാവ് പോസിറ്റീവ് ചാർജ് ആൻഡ് വി ഹാവ് നെഗറ്റീവ് ചാർജ്. അതിന് ചുറ്റും ലൈൻസ് വരച്ചിരിക്കുന്ന ഫീൽഡ് എന്ന കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് മൈക്കൽ ഫാരഡേ എന്ന സയൻറ്റിസ്റ്റാണ് ഈ കൺസെപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അത് ഇനി കമ്മിങ് ലെക്ചേഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ചാർജിന് ചുറ്റും ഒരു പോസിറ്റീവ് ഫീൽഡ് ഉണ്ട്, നെഗറ്റീവ് ചാർജിന് ചുറ്റും നെഗറ്റീവ് ഫീൽഡ് ഉണ്ട്. പോസിറ്റീവ് ഫീൽഡും നെഗറ്റീവ് ഫീൽഡും ഡിഫറൻസ് ഉണ്ട്. ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതാണ്. പോസിറ്റീവ് ഫീൽഡ് നമ്മൾ ഔട്ട്വേർഡ്സ് ആണ്, നെഗറ്റീവ് ഫീൽഡ് ഇൻവേർഡ്സാണ് വരുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫീൽഡിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ടെസ്റ്റ് ചാർജ് കൊണ്ടുവരികയാണ്. We have positive and negative test charges. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്കും നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്കും കൊണ്ടുപോകുമ്പോൾ ദേ റിപ്പൽ ഈച്ച് അതർ. ബിക്കോസ് പോസിറ്റീവ് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് റിപ്പൽ ചെയ്യും. നേരെ വെച്ച് സ്പേസിലാണ് ഈ ചാർജ് വെക്കുന്നെങ്കിൽ ആ ചാർജിന് ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഈ ചാർജിന് അടുത്ത് വെച്ചപ്പോൾ അത് റിപ്പൽ ചെയ്തു. ഇനി തിരിച്ചാണെങ്കിലോ, ഇഫ് ദ പോസിറ്റീവ് ബ്രിങ്സ് ടു ദ നിയർ ടു ദ നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് ബ്രിങ്സ് ടു ദ പോസിറ്റീവ് ചാർജ്, ദേ അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ ഈ അട്രാക്ഷൻ റിപ്പൽഷൻ വന്നത് ഈ ചാർജിൻ്റെ ഫീൽഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു സ്പേസ് ആണ്. ആ സ്പേസിൻ്റെ പ്രത്യേകത വേറൊരു ചെറിയ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിനെ ഒന്നില്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനോ റിപ്പൽ ചെയ്യാനോ ആ ഫീൽഡിന് കഴിയും.
അപ്പോൾ ആക്ച്വലി ആ ചാർജിൻ്റെ പ്രസൻസ് ആണ് ആ ഫീൽഡ് ശരിക്കും കാണിക്കുന്നത്. അതായത് ഒരു മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അടുത്ത് എവിടെ മുല്ലപ്പൂ ഉണ്ട് എന്ന്. ഇല്ല, ക്യാൻഡിലെ വെളിച്ചം നമുക്കുണ്ടെങ്കിൽ മനസ്സിലാവും അവിടെ ക്യാൻഡിൽ ഉണ്ടെന്ന്. മാഗ്നറ്റ് ഒരു കോമ്പസ് നീഡിൽ നമ്മൾ വെക്കുമ്പോൾ ഡിഫ്ലക്ട് ചെയ്യാൻ കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. സ്പേസ് അറൗണ്ട് എ ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ. ആ ചാർജിന് അടുത്ത് വേറെ ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് ഒന്നില്ലെങ്കിൽ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ചെയ്യും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റ്. ഇനി ഇതിന് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇങ്ങനെയും പറയാം, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി വി ക്യാൻ സേ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഈ വാക്ക് ശരിക്കും ഓർത്ത് വെക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സിംപ്ലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. സോ പൊതുവെ നമ്മൾ ഉപയോഗിക്കുക ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണ്. പക്ഷേ ഇനി കമ്മിങ് ലെക്ചേഴ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മുഴുവനായി ഉപയോഗിക്കില്ല. വി സിംപ്ലി യൂസ് ദ വേർഡ് ഇലക്ട്രിക് ഫീൽഡ്. So how can I define electric field? Already നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്ക് നോക്കാം. Electric field intensity or strength of electric field or simply electric field at any point is defined as the force experienced by unit positive charge placed at that point. വളരെ എളുപ്പമാണ്. അതായത് ഒരു പോസിറ്റീവ് കൂളം ചാർജ് ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് കൂളം ചാർജിൽ എത്രമാത്രം ഫോഴ്സ് ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. That is defined as force experienced by unit positive charge placed at that point. At that point എന്ന് പറയാൻ കാരണം ഓരോ പോയിന്റിലും ഫീൽഡ് ഡിഫറെൻ്റ് ആണ്. ഏത് പോയിന്റിലാണോ ഫീൽഡ് കാണേണ്ടത് ആ പോയിന്റിൽ 1 കൂളം ചാർജ് പ്ലേസ് ചെയ്യുക. 1 കൂളം ചാർജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കൂളം ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിലെ ഫീൽഡ്. ക്ലിയർ? അപ്പോൾ ഫീൽഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫീൽഡ് ഇസ് ഡിഫൈൻ അറ്റ് എനി പോയിന്റ്, അല്ലെങ്കിൽ അറ്റ് എ പോയിന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ആണ് ഡിഫൈൻ ചെയ്യണം. ക്ലിയർ? അത് നമുക്കൊരു ഫിഗർ നോക്കാം. അപ്പോൾ സിംപ്ലി ഇങ്ങനെ നമുക്ക് പറയാം ഈക്വൽ ടു ഫോഴ്സ് ഓൺ +1 കൂളം ചാർജ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് +1 കൂളം ചാർജ് ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്, ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് Q ടെൻസ് ടു 0 ഫോഴ്സ് ഓൺ Q ബൈ Q. അപ്പോൾ ലിമിറ്റ് Q ടെൻസ് ടു 0 എന്ന് പറയാൻ കാരണം ദ Q ഈസ് ഇൻഫിനിറ്റസിമലി സ്മോൾ ചാർജ്. ഇറ്റ് ആൾവേസ് ടെൻസ് ടു 0. വളരെ ചെറിയൊരു ചാർജ് ആവണം. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് ആണ്. സോ ഫോഴ്സ് ഓൺ Q by Q ആണ് ഇലക്ട്രിക് ഫീൽഡ്. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് E equal to F by Q. So electric field is defined as force per charge, F by Q. പൊതുവെ ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അതിൻ്റെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ പഠിക്കണം. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ നമുക്ക് നോക്കാം. സോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓർ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓർ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അത് ഓൾറെഡി പറഞ്ഞു. ഈ 3 വാക്കും ഒരേ കാര്യമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഓൾറെഡി വി ഹാവ് എൻ ഇക്വേഷൻ E equal to F by Q. F is Newton or N ആണ്, ആൻഡ് Q മീൻസ് ചാർജ് ആണ്, കൂളം. അപ്പോൾ ന്യൂട്ടൺ പെർ കൂളം ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ്. സോ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കൂളം, ദറ്റ് ഈസ് ന്യൂട്ടൺ കൂൾ റൈസ് ടു -1. ആൻഡ് വാട്ട് അബൌട്ട് ഡയമെൻഷൻ? ഡയമെൻഷൻ നമുക്കറിയാം ന്യൂട്ടൺ പെർ കൂളം. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, ദറ്റ്സ് ml T raised to -2. ചാർജ് എന്ന് പറഞ്ഞാൽ AT ആണ്. So ml T raised to -2 by AT, that gives ml T raised to -3 A raised to -1. T മേലെ പോകുമ്പോൾ T raised to -1 ആവും. T raised to -2 plus T raised to -1, that is T raised to -3. So dimension of electric field is ml T raised to -3 A raised to -1. So electric field is a vector quantity. Electric field vector ആണ്. അപ്പോൾ എന്തുകൊണ്ട് വെക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഡയറക്ഷൻ. ഇത് വളരെ ക്രൂഷ്യലായ ഒരു കൺസെപ്റ്റാണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് +1 കൂളം ചാർജ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഇസ് ടേക്കൺ ടു ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഇറ്റ് വുഡ് ബി എക്സേർട്ട് ഓൺ എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിച്ചത് +1 കൂളം ചാർജ് ആണ്. അപ്പോൾ ഒരു പോയിന്റിൽ +1 കൂളം ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ +1 കൂളം ചാർജിൽ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് എക്സ്പീരിയൻസ് ആവുന്നത് ആ ഡയറക്ഷനായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഏതുപോലെ സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു +1 കൂളം ചാർജ് വെച്ച് കഴിഞ്ഞാൽ +1 കൂളം ചാർജ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതായിരിക്കും ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നെക്സ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. The electric field produced by a point charge Q at the point P is equal to the force experienced by +1 coulomb charge placed at that point. Q എന്ന ചാർജ് ഉണ്ട്, R എന്ന ഡിസ്റ്റൻസ് അകലെ P എന്നൊരു പോയിന്റ് ഉണ്ട്. ആ P എന്ന പോയിന്റിലെ ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ +1 coulomb ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ ഫീൽഡ് എന്ന് വിളിക്കുക. അപ്പോൾ ആ P എന്ന പോയിന്റിൽ +1 coulomb ചാർജ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓൺ +1 coulomb ചാർജ്. +1 coulomb ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുക.
അപ്പോൾ ഓൾറെഡി വി ഹാവ് ദി ഇക്വേഷൻ ഫോർ ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് 1/4πε0 Q1 Q2/r². അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ സ്പേസ് വാക്വമാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ε0 കൊടുത്തത്. അപ്പോൾ F = 1/4πε0 Q1 Q2/r². Q1 എന്ന് പറയുന്നത് Q ആണ്, ആ ചാർജ് ഇറ്റ് സെൽഫ്. ആൻഡ് Q2 എന്ന് പറയുന്നത് 1 കൂളം ആണ്. അപ്പോൾ Q1 = Q ആൻഡ് Q2 = 1. Substitute the value for 1/4πε0 Q1 Q2/r² equation substitute ചെയ്യുക. So we will get E = 1/4πε0 Q/r². Electric field due to system of charges. ഒന്നിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ ഫീൽഡ് എങ്ങനെയാണ് കാണാം. According to superposition principle, the net electric field produced at any point due to number of charges is equal to the vector sum of all the field produced at that point individually. അപ്പോൾ ഒരു പോയിന്റിലെ ഡിഫറെൻറ്റ് ചാർജുകൾ കൊണ്ടുള്ള ഫീൽഡ് കാണണമെങ്കിൽ ഓരോ ചാർജുകൾ കൊണ്ടുള്ള ഫീൽഡ് കാണാം, അതിൻ്റെ വെക്ടർ സമ്മ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഫീൽഡ് കിട്ടും. സോ വി ഹാവ് 3 ചാർജസ് Q1, Q2 ആൻഡ് Q3. വി ഹാവ് പോയിന്റ് P. അപ്പോൾ P എന്ന പോയിന്റിലെ ഫീൽഡാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, +1 കൂലം ചാർജ് അവിടെ വെച്ചു. അപ്പോൾ Q1, Q2, Q3 എന്ന് പറയുന്നത് R1P, R2P, R3P റെസ്പെക്റ്റീവ്ലി ഡിസ്റ്റൻസ് ആണ്. ഇനി ഈ 3 ചാർജും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ +1 കൂളം ചാർജ് അവിടെ വെച്ചാൽ സെയിം ചാർജസ് ആകുമ്പോൾ റിപ്പൽ ചെയ്യും. അപ്പോൾ പ്ലസ് റിപ്പൽ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഡയറക്ഷൻ ഓഫ് E1. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് +1 കൂളം ചാർജ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുക അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ Q1 കൊണ്ട് P എന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ +1 കൂളം ചാർജ് എന്ത് ചെയ്യും, E1 ആ ഡയറക്ഷനിലാണ് മൂവ്. അപ്പോൾ ദാറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് E1. ഇനി E2 ആണെങ്കിൽ along this line, that is E2, in the same manner along the line Q3. അപ്പോൾ E1, E2, E3 എന്ന് പറയുന്നത് വെക്ടർ ആണ്. വെക്ടർ അഡീഷൻസ് ആണ് ടോട്ടൽ ഫീൽഡ് കാണാൻ ഉപയോഗിക്കേണ്ടത്. സോ E = E1 + E2 + E3, where we know that E = 1/4πε0 Q/r². So E1 = 1/4πε0 Q1/r1p², R1p cap. So R1p cap gives direction of electric field at the point P due to the Q1. Similarly, we have E2 and E3. So the total field E = the sum of the vector field of the individual charges. So E = E1 + E2 + E3. So already we have E1 and E2 and E3. Substitute the value though. So E = 1/4πε0 Q1 R1p² R1p cap plus 1/4πε0 Q2/R2p² R2p cap plus 1/4πε0 Q3/R3p² R3p cap. So 1/4πε0 is common for these 3 terms. So take it outside. And in general, we can write it as E = 1/4πε0 sigma I = 1 to n Qi/RIP² RIP cap. In this equation n = 3, if you have n numbers of charges, this is general expression for electric field. Electric field is a vector quantity that varies from point to another point in space, and it is determined from the position of the source charges. ഓരോ പോയിന്റിലെയും ഫീൽഡ് ഡിഫറെൻ്റ് ആയിരിക്കും. വേരീസ് അറ്റ് പോയിന്റ് ടു പോയിന്റ് ആൻഡ് ഓൾസോ ഇറ്റ്സ് വേരീസ് അക്കോർഡിംഗ് ടു ദ സോഴ്സ് ചാർജസ്. സോ ഇത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റ്. ദ ട്രൂ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, however, emerges only when we go beyond electrostatics and deal with the time-dependent electrodynamic phenomena. Actually, the concept of electric field was first introduced by Michael Faraday, the father of electricity, and it is now among the central concept in physics. ഇത്രമാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ്, ആസ് സിമിലർ ആസ് ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ്. അതാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് നിങ്ങൾ പഠിച്ചിട്ട് ഈ വീഡിയോ നോക്കാൻ വേണ്ടി പറഞ്ഞതിന് കാരണം ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന കൺസെപ്റ്റ് വളരെ സിമിലർ ആയിട്ടൊരു കൺസെപ്റ്റാണ്. നമ്മൾ യൂണിറ്റ് മാസ് വയ്ക്കും, ഇവിടെ യൂണിറ്റ് ചാർജ് ആണ് വയ്ക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫിസിക്സ് ക്ലാസ്.